ഹലോ, ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ആണ്. അതായത് യൂട്യൂബിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ യൂട്യൂബിൽ നമുക്ക് വ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള 5 കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ വ്യൂസ് എല്ലാം കുറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വ്യൂസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വ്യൂസ് ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വ്യൂസ് കൂട്ടാം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അതിനൊരു 5 കാറ്റഗറി പോലെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തേത് നമുക്ക് തംബ്നെയിലാണ്. രണ്ടാമത്തത് നമുക്ക് സോഷ്യൽ നെറ്റ്വർക്കിൽ ഇത് എങ്ങനെ നമ്മുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ളതാണ്. മൂന്നാമത് നമ്മുടെ കാറ്റഗറി ഉണ്ടാവും. അതിൻ്റെ അകത്ത് ഒരു കാറ്റഗറിയിൽ നമുക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നതാണ് അടുത്തത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി എന്നല്ല, ഒരു ഉടായ്പ പരിപാടിയാണ്. അതായത് വേറെ ചാനലിൽ പോയിട്ട് ഇതേ സെയിം കണ്ടൻറ്റ്, നിങ്ങളുടെ ചാനലിൻ്റെ സെയിം കണ്ടൻറ്റുള്ള ഒരു ചാനൽ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ ബ്രോ ഇത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കമൻറ്റ് ചെയ്യുമ്പോൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആളെന്ത് ചെയ്യില്ല, കമൻറ്റിൽ റിപ്ലൈ കൊടുക്കില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളതൊരു പോയിൻ്റായിട്ട് എടുത്തിട്ട്, അതൊരു പ്ലസ് പോയിൻ്റായിട്ട് എടുത്തിട്ട് നിങ്ങളതിനുള്ള സൊല്യൂഷനായിട്ട് ബ്രോ നമുക്ക് എൻ്റെ വീഡിയോയിൽ ഞാനത് വീഡിയോ ചെയ്യുന്നുണ്ട് ബ്രോ, അതൊന്ന് ചെക്ക് ചെയ്യുന്നോ എന്നോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അവരെന്ത് ചെയ്യും, വീഡിയോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവരെന്ത് ചെയ്യും, നിങ്ങളുടെ ചാനലിലോട്ട് വരാനും ചിലപ്പോൾ സബ്സ്ക്രൈബ് കിട്ടാനും ചാൻസ് ഉണ്ട്. അടുത്ത 5ാമെന്ന് പറഞ്ഞാൽ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനാണ്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഈ ടൈം ലാപ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഡിസ്ക്രിപ്ഷനിൽ ചെന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുള്ളത് മാത്രം കാണാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ കാണണം. ജസ്റ്റ് അവിടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ SEO ഒന്നുണ്ടാവും. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനെ കുറിച്ച് മാത്രം കാണാനായിട്ട് പറ്റും. ഓക്കെ, ആദ്യം നമ്മുടെ പോയിൻ്റ് എന്ന് പറയുന്നത് തംബ്നെയിലാണ്. തംബ്നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത് യൂട്യൂബ് ചാനലിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ചാനൽ. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓരോരോ തംബ്നെയിലുണ്ട്. വലിയ വൃത്തിയൊന്നുമില്ല, എന്നാലും വൃത്തികേടും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്നത് എനിക്ക് ഇതാണ്, സിമ്പിൾ യൂട്യൂബ് വീഡിയോസ് ചെയ്ത് പണമുണ്ടാക്കാം എന്നുള്ള വീഡിയോ. അതായത് ഇതിൻ്റെ അകത്ത് ഞാൻ തംബ്നെയിൽ വെച്ചതെന്ന് പറഞ്ഞാൽ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കാം. ആ തംബ്നെയിൽ വച്ച കാരണം എനിക്ക് കുറച്ച് കമൻറ്റ് സെക്ഷനിൽ കുറേ കമൻറ്റുകൾ വന്നിട്ടുണ്ട്. നീ ഉണ്ടാക്കിയ എന്നൊക്കെ ഉള്ള ഒരു കമൻറ്റ് സെക്ഷൻ. അത് ഒന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. ഓക്കെ, അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവർ കമൻറ്റ് സെക്ഷനിൽ അത് വരാനും കാരണമെന്ന് പറഞ്ഞാൽ എൻ്റെ തംബ്നെയിൽ തന്നെയാണ്. ഞാനിപ്പോൾ പണിയെടുക്കാതെ പൈസ ഉണ്ടാക്കുക എന്നുള്ളൊരു ടെക്നിക്ക്. അപ്പം നമ്മുടെ ആൾക്കാർ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്തു, ഇത് കൊള്ളാല പരിപാടി, പണിയെടുക്കാതെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്യൂരിയോസിറ്റി കൊണ്ട്, ആ ഒരു ക്യൂരിയോസിറ്റി അവരുടെ ഉള്ളിൽ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, അവർ ജസ്റ്റ് എൻ്റെ വീഡിയോ ഒന്ന് ക്ലിക്ക് ചെയ്തു. അതേപോലെ നിങ്ങളുടെ തംബ്നെയിൽ നിങ്ങൾ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ചിട്ട് ഉള്ള ടൈപ്പിലുള്ള കണ്ടൻറ്റുള്ള ഒരു തംബ്നെയിലാണ് നിങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യൂസ് എന്ത് ചെയ്യും, എന്തായാലും കൂടും. അപ്പോൾ തംബ്നെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്, സോഫ്റ്റ്വെയർ അല്ല, ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൊബൈലിലാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ബ്രൗസർ ഓൺ ചെയ്യുക, എന്നിട്ട് ക്യാൻവ എന്ന് ടൈപ്പ് ചെയ്യാം. ക്യാൻവ CANVA, ജസ്റ്റ് അത്രേ ഉള്ളൂ. അതിനുശേഷം ഇതുപോലൊരു ഇൻ്റർഫേസ് ഉണ്ടാവും. അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സൈനപ്പ് ഫോർ ഫ്രീ എന്ന് കാണിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്യുക, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക, എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേപോലത്തെ ഒരു പേജ് വന്നു. അപ്പോൾ ഞാൻ ഒരു സ്മോൾ ബിസിനസ് എന്നുള്ളത്, എന്നിട്ട് മേ ബി ലേറ്റർ കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാൻവ അക്കൗണ്ട് റെഡിയായി. എന്നിട്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് ഡിസൈൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും റൈറ്റ് സെക്ഷനിൽ. അവിടെ ജസ്റ്റ് ഒന്ന് പോയതിന് ശേഷം ഇങ്ങനെ തൊടുമ്പോൾ കസ്റ്റം സൈസ് എന്നുണ്ടാവും. അപ്പം നമുക്ക് വിഡ്ത്ത് 1920 എന്ന് വയ്ക്കാം, 1920 എന്ന് വയ്ക്കാം, ഹൈറ്റ് 1080 എന്ന് വയ്ക്കാം, 1080. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാനായിട്ട് പറ്റും, ഡിസൈനിൻ്റെ അകത്ത് കുറേ കാര്യങ്ങൾ അവരെന്ത് ചെയ്യുന്നു, നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ട് അതിനെ കസ്റ്റമൈസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതൊന്ന് എടുക്കുകയാണ്, നോക്കാം, ഇതൊന്ന് എടുത്തു. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു പെൺകൊച്ചിൻ്റെ ഫോട്ടോ ഡിലീറ്റ് ചെയ്ത് കളയണം. ഇവിടെ കൊടുക്കുമ്പോൾ ഡിലീറ്റ് ഇമേജ് എന്നുണ്ടാവും, ഡിലീറ്റ് ഇമേജ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ പേര്, ഇപ്പോൾ നമുക്ക് പേര് വേണമെങ്കിൽ പേര് മതി, ഇല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. എനിക്ക് ഇതുപോലെ തന്നെയാണ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് അവിടെ ഇപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ. അതിനുശേഷം ഇമേജ് നിങ്ങളുടെ ഫോട്ടോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്ലോഡ്സ് എന്ന് പറയുന്ന സെക്ഷനിൽ പോയതിന് ശേഷം ജസ്റ്റ് അപ്ലോഡ് ഫയൽസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ അപ്ലോഡ് ഫയൽസ് എന്നുള്ളൊരു ഓപ്ഷനിൽ എത്തുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ഇവിടെ അപ്ലോഡ് ആവും. അവിടെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തു.
അതിൽ ഞാൻ ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ ആ ഒരു ഫോട്ടോ വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് മെത്തേഡ്. അപ്പോൾ തംബ്നെയിൽ ഉണ്ടാക്കുന്നത് ഇത്രയാണ്. ഓക്കെ, രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സോഷ്യൽ നെറ്റ്വർക്ക് വഴി, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയാസ് വഴി എങ്ങനെ നമ്മുടെ ചാനൽ പ്രൊമോട്ട് ചെയ്യാമെന്നാണ്. അപ്പം നിങ്ങൾക്ക് ഒന്നാമത്തെ കാര്യമായിട്ട് യൂസ് ചെയ്യാനുള്ളത് ഇൻസ്റ്റാഗ്രാമുണ്ട്, വാട്സപ്പുണ്ട്, ഫേസ്ബുക്കുണ്ട്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് ആൾക്കാർ വരും. വാട്സപ്പിലെന്ന് പറയുന്നത് നമ്മളെ കോൺടാക്ട്സിലുള്ളവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വാട്സപ്പിലുള്ളവരെ മാക്സിമം കൊണ്ടുവന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക. പിന്നെ ഞാൻ ആരെയും ചെയ്യിപ്പിച്ചിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നേ ഉള്ളൂ, പക്ഷേ വീഡിയോ കാണില്ല. അങ്ങനെ ഉണ്ടായിട്ട് നമുക്ക് കാര്യമില്ല. അപ്പം നമുക്ക് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ, നിങ്ങൾ ഹെൽത്ത് ചാനലാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഹെൽത്ത് കണ്ടൻറ്റ്, അതായത് ഇങ്ങനെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് എന്നുള്ളൊരു വീഡിയോ ചെറിയൊരു ഭാഗം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. അതിനൊരു ചെറിയൊരു ഭാഗം മാത്രം കട്ട് ചെയ്തിട്ട് അതിനൊരു പോർട്രേറ്റ് മോഡാക്കിയതിന് ശേഷം, അതായത് ഫോണിലൊക്കെ കാണാൻ കണക്കിനുള്ള രീതിയിലാക്കിയതിന് ശേഷം റീൽസോ ഫേസ്ബുക്കിലുള്ള റീൽസോ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു വലിയ ലോങ് ഫോം കണ്ടൻറ്റ്, അതായത് എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പിൻ ചെയ്ത് വയ്ക്കുക. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് ചിലവർ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സെർച്ച് ചെയ്യുമോ അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് വരും. ഓക്കെ, അപ്പോൾ അവർ നിങ്ങളുടെ പാർട്ടിലായി. അതുപോലെ നിങ്ങൾ ചെയ്യുക. അങ്ങനെയാണ് സോഷ്യൽ മീഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്ത ഫോക്കസ് ഓൺ യുവർ നിഷ്, അതായത് നിങ്ങളെ കാറ്റഗറി ഏതാണോ അതിലോട്ട് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ എൻ്റെ ഒരു വെൽത്ത് ചാനലാണെന്നുണ്ടെങ്കിൽ ഞാൻ വെൽത്ത് ചാനൽ എങ്ങനെ ആൾക്കാർക്ക് അങ്ങനെ ഒരു വെൽത്ത് ഉണ്ടാക്കാം എന്നുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുമെങ്കിൽ അത് മാത്രം ചെയ്യുക. മിക്സ് ചെയ്യാൻ പാടില്ല. അതായത് ചിലവരുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ വ്ളോഗിങ് പോലെ ചെയ്യും, എന്നിട്ട് അടുത്ത് അൺബോക്സിങ് ചെയ്യും, എന്നിട്ട് അടുത്ത് വേറെ കൊച്ചിൻ്റെ ഡാൻസ് കളിക്കുന്നത്, ഏതോ ഒരു കൊച്ച് ഡാൻസ് കളിക്കുന്ന എടുത്തിടും. പിന്നെ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് മോഹൻലാലിൻ്റെ വീഡിയോ ചെറുതായിട്ട് കട്ട് ചെയ്ത് അവിടെ ഇടും. പിന്നെ സ്റ്റാറ്റസ് ഒന്നും പറഞ്ഞിടും. ഇതെല്ലാം കൂടെ ഒരു എന്താ പറയാൻ മിക്സ്ചറാക്കി അങ്ങ് വയ്ക്കും. അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആൾ ഒരു ബേസിക് കണ്ടൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വീഡിയോ ഈ ചാനലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർ സ്വാഭാവികമായിട്ടും കാണില്ല, നോട്ടിഫിക്കേഷൻ ക്ലിയർ ചെയ്ത് കളയുള്ളൂ. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. നിങ്ങളുടെ ഒരു കാറ്റഗറിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നിട്ട് നമുക്ക് വ്യൂസ് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വേറെ കണ്ടൻറ്റുകൾ പുതിയതായിട്ടുണ്ടാക്കാം. അപ്പോൾ നമ്മുടെ പഴയ വീഡിയോസ് എന്ത് ചെയ്യുക, എല്ലാം കണ്ടൻറ്റിൽ പോയതിന് ശേഷം, അതായത് യൂട്യൂബ് സ്റ്റുഡിയോയിലകത്ത് കണ്ടൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനിൽ പോയതിന് ശേഷം ഡിസേബിൾ ചെയ്തിടുക. ഡിസേബിൾ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് ആക്കി ഇടുമ്പോൾ ആ വീഡിയോ പോയി നമ്മൾ പുതിയ കണ്ടൻറ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഞാനും പല കണ്ടൻറ്റുകൾ മാറിയിട്ടാണ് ഈ ഒരു കണ്ടൻറ്റിലോട്ട് എത്തിയത്. പക്ഷേ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു പുതിയ ചാനൽ ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇതൊരു നേരത്തെ എന്താ പറയുക ഒരു ASMR ചാനലായിരുന്നു. പിന്നെ അതിൽ നിന്നാണ് ഞാൻ ഇതിലോട്ട് വന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്കൊരു അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോമ്പറ്റീഷനിലുള്ള ആൾക്കാരുണ്ടാകും. അതായത് നിങ്ങൾക്ക് ഹെൽത്ത് ആണെങ്കിൽ ഹെൽത്ത് വീഡിയോസ് മലയാളമെന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ടൈപ്പ് ചെയ്യാണ്. അപ്പോൾ ഏതെങ്കിലും വീഡിയോസ് മലയാളം വന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു ഡോക്ടർ രാജേഷ് കുമാർ എന്നുള്ള ഒരു വ്യക്തിയുടെ വീഡിയോ ഞാൻ എടുത്തു. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങളുടെ വീഡിയോസും ഈ പുള്ളിയുടെ വീഡിയോസും പുള്ളി എങ്ങനെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിക്കുക. അതായത് ഒരു ധാരണ ഉണ്ടാവും എങ്ങനെയാണ് അതിൻ്റെ അവതരണവും എങ്ങനത്തെ കണ്ടൻറ്റുകളാണ് ആൾക്കാർ കാണുന്നത്, കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് ആൾക്കാർ എന്തൊക്കെയാണ് ഡൗട്ടാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതെന്ന് ഒന്ന് സ്റ്റഡി ചെയ്ത് വയ്ക്കുക. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റഡി ചെയ്യുന്നവർക്ക് ഇവർക്കൊക്കെ വലിയ യൂട്യൂബേഴ്സ് ആയതുകൊണ്ട് ഇവർക്ക് എല്ലാ ഒരു കമൻറ്റ് സെക്ഷനിലും പോയിട്ട് റിപ്ലൈ കൊടുക്കേണ്ട, കാരണം ടൺസ് ഓഫ് കമൻറ്റാണ് ഒരു ദിവസം വരുന്നത്. അപ്പം എല്ലാവർക്കും കമൻറ്റ് സെക്ഷനിൽ പോയിട്ട് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കമൻറ്റ് സെക്ഷനിൽ ചിലവർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, അതായത് ഞാൻ ഇതേപോലൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തായാലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോ ഒന്ന് കാണുക എന്നുള്ളത് ഒന്നും നിങ്ങളവിടെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം നിങ്ങളുടെ കമൻറ്റ് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങളുടെ ചാനലിൽ കയറി വരും. അപ്പം നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരെന്ത് ചെയ്യും, നിങ്ങളുടെ ചാനലിൽ കാണും. അങ്ങനെയാണ് അടുത്ത വർക്കിംഗ്.
അടുത്ത ലാസ്റ്റ് എന്ന് പറയുന്നത് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുമ്പോൾ SEO, അതായത് നമ്മുടെ വീഡിയോസ് ഒരാളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഒരു ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പം നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടുകയാണ്, പക്ഷേ ആൾക്കാരിലോട്ട് അത് എത്തുന്നില്ല. അതെങ്ങനെ എത്തിക്കാം എന്നാണ് ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വെച്ചിട്ട് പറയുന്നത്. അപ്പം ഞാൻ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ, ഒരു ഡീറ്റെയിൽ ആയിട്ടൊന്നല്ല, കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിനെ കട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അതായത് ഞാൻ യൂട്യൂബ് വഴി സക്സസ് ആകാൻ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ വിഡൈക്യൂ ഉണ്ട്, ട്യൂബ് ബഡ്ഡി എന്ന് പറയുന്ന 2 ടൂൾസ് ഉണ്ട് നമുക്ക് ഒപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട്. ഫ്രീ ആണ്. പിന്നെ ക്യാഷ് ഉള്ളവർക്ക് അത് അതിൻ്റെ പ്രീമിയം സെക്ഷൻസൊക്കെ കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ അവർ തരും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വീഡിയോ ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത 5 കാര്യങ്ങൾ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അതായത് യൂട്യൂബിനെ കുറിച്ചായാലും എൻ്റെ വീഡിയോസിനെ കുറിച്ചായാലും ഒരു കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് അറിയിക്കുക. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് അടുത്ത വീഡിയോസ് നമ്മൾ ഒരു കുഞ്ഞു യൂട്യൂബേഴ്സ് വരുത്തുന്ന കുറച്ച് തെറ്റുകൾ, അതായത് യൂട്യൂബേഴ്സ്, അതായത് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ആൾക്കാർ നടത്തുന്ന കുറച്ച് കുഞ്ഞായിട്ടുള്ള തെറ്റുകൾ, ഞാൻ ഉൾപ്പെടെ, അതായത് ഞാനിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, ആ ഒരു തെറ്റും ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്തു. അപ്പോൾ അതായത് എൻ്റെ വ്യൂസ് ഇവിടെ ഒരു 2500K വ്യൂസ് പെർ അവറെന്നോ അല്ലല്ല, ലാസ്റ്റ് 48 ഹവേഴ്സിൻ്റെ ഇവിടെ 3 ഡിജിറ്റിന് വരെ 4 ഡിജിറ്റൊക്കെ കാണിച്ചുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് അങ്ങനെ ഡ്രോപ്പ് ആവാൻ തുടങ്ങി. അതിൻ്റെ കാരണം ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.